ഇത് കണ്ടില്ലേ, ആ ചോറിൽ കിടക്കുന്ന ചിക്കനൊക്കെ ഒരെണ്ണം ഇല്ലാതെ മേലെ നിന്ന് ഇങ്ങനെ പെറുക്കി കഴിച്ച്. ഇത് കണ്ടോ, ഫുള്ള് തോണ്ടി കഴിച്ചിരിക്കുകയാണ്. ഈ അരി വന്നിട്ട് റേഷൻ അരി അല്ല കേട്ടോ, ഇത് പൊന്നി അരിയാണ്. റേഷൻ അരിയാണെങ്കിൽ ഇവിടുത്തെ ഒരു പൂച്ചയും കഴിക്കില്ല. ഇതിപ്പോൾ നല്ല പൊന്നി അരിയാണ്, തമിഴ്നാടൻ പൊന്നി എന്ന് പറയും. ഈ ചോറ് മാത്രമാണ് അവർ കഴിക്കുന്നത്. പിന്നെ അത്യാവശ്യം നമ്മുടെ വെള്ളരി ചോറുണ്ടല്ലോ, എന്താ പറയുക, കുറുവ, ആ അരിയൊക്കെ കഴിക്കും. അല്ലാതെ റേഷൻ അരിയൊന്നും ഇവർ കഴിക്കില്ല. അത് ശീലിക്കാത്തത് കൊണ്ടാണ്. ശീലിപ്പിച്ചാലൊക്കെ കഴിക്കുമായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ നല്ല ഫുഡ് തൊട്ട് ശീലിപ്പിച്ചുകൊണ്ടാണ്. ഡാ 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 ഒരു പാത്രം ചിക്കൻ കഴിച്ച് എന്നിട്ട് കണ്ടില്ലേ, അടി കിട്ടാത്തതിൻ്റെതാ. ഇവിടെ ഒരാൾ കണ്ടില്ലേ, എന്താടാ കയറിക്ക്. ഇയാൾ നേരത്തെ ഇവിടെ ഈ കസേര വന്ന് ഇരുന്നിട്ട് ഇവിടെ നമ്മൾ ഇരുന്ന് കഴിക്കില്ല, അതുപോലത്തെ കഴിപ്പായിരുന്നു. ഞാൻ വന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ച് വരുമ്പോഴത്തേന് ആൾ ഫുള്ള് കഴിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി. ആ ഒരു ഇരിക്കുന്ന കാണാൻ എന്ത് രസമായിരുന്നു അറിയാം, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെയാണ് ഇവർ കാണിക്കുന്ന ചില ഇതൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും അവർ വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും. കുറുമ്പ കുറുമ്പ മുടിയൊക്കെ അടിച്ച് വെക്കണില്ലേ? എന്താ 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 എന്താണ് ഇങ്ങനെ ആക്കാനല്ലേ? ഇനി ഇവിടെ ആൾക്ക് രണ്ട് തല്ലിന് കൊടുക്കണം. നമുക്ക് അതിൻ്റെ മുകളിലുള്ളതൊക്കെ കഴിച്ചിടാം. ഗോ ഗോ. ഇനി വേറെ ചിക്കൻ വേവിച്ചിട്ട് ഇതിൽ കൂടെ മിക്സ് ആക്കിയിട്ട് വേണം അവർക്ക് കൊണ്ട് കൊടുക്കാൻ. തഴറങ്ങണം തഴറങ്ങണം. പുതിയ ഇതേണ്ട വയറ് നിറഞ്ഞിട്ട് തഴറങ്ങ്. ചിക്കൻ മാത്രം പെറുക്കി കഴിക്കുള്ളൂ. ആരാ ഷോക്സ് അവിടെ കൊണ്ടിട്ടേ? ആ ചിക്കൻ്റെ ഷോക്സ് ആരാ അവിടെ തട്ടി കൊണ്ടിട്ടേ? എന്താടാ ഒരുമ 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 ഓരിക്കുട്ടാ. എന്താ ഫോണൊക്കെ തട്ടി പറിച്ചിട്ടാണ് നീ? വാ പാടച്ചിക്ക. അമ്മ ആണെങ്കിൽ രാവിലെ പോയ പോക്ക, ഇനി വന്നിട്ടില്ല. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് അവൾക്ക് ആറി എടുത്ത് വെച്ചിട്ടുണ്ട്. ആറി എടുത്ത് വെച്ചു എന്ന് പറയുമ്പോൾ ചൂടാറിയിട്ട് പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം കളിക്കാൻ നിന്നാൽ എൻ്റെ കൈ മാന്തി പൊട്ടിക്കുക. എന്ന് വെച്ചാൽ നഖം വെട്ടാറായിക്കണം. കുഞ്ഞു മണി കുഞ്ഞു മണി, അവിടെ സ്വത്ത മണി, അവിടെ സ്വത്ത മണി, അവിടെ പൊന്നു മണി. ഇപ്പം ചൂടായപ്പോൾ ഇവരുടെ രോമം നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ഒരു സിസ്റ്റർ ചോദിച്ചായിരുന്നു ഇവർക്ക് രോമം കൊഴിച്ചിലില്ല. ചൂടാകുമ്പോൾ നമ്മുടെ തലയിൽ മുടി കൊഴിയുന്ന പോലെ തന്നെയാണ് അവരുടെ മേലുള്ള ഈ രോമം നന്നായിട്ട് കൊഴിയും. തൊട്ട് കഴിഞ്ഞാൽ അപ്പം കൈക്കൂടെ വരും. അങ്ങനെ പിന്നെ ഇവൻ്റെ കുറച്ച് സോഫ്റ്റായിട്ടുള്ളൊരു ഇതല്ല കേട്ടോ അവൻ്റെ ഈ രോമം എന്ന് പറയുന്നത്. മിന്നുവിന് ഭയങ്കര സോഫ്റ്റാണ്. ഇങ്ങനെ കുറച്ചുകൂടെ എന്താ പറയുക, ഹാർഡായിട്ടുള്ള ഒരിതാണ്. മസാജ് രാമൻ വയറ് നിറഞ്ഞില്ലേ? ഇനി ഒറ്റ ഉറക്കാ വൈകുന്നേരം വരെ. കുതിയെ കള്ളക്കുതിയെ. ഡാ ഡാ വാ, അമ്മനെ പിടിച്ചേ വാ, നമ്മുടെ പൊന്നല്ലേ, വാ വാട പൊന്നേ. നമ്മുടെ പൊന്നോ സത്തുമണി, ഇനി മതി. ഉമ്മാക്ക് വിശക്കുണ്ട്, അവർക്കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് വേണം ഉമ്മാക്ക് മമ്മ കഴിക്കാൻ. കിടന്നോട്ടാ, നമ്മുടെ സ്വത്തുമണി കിടന്നു. ഇനിമ ഇനിമ